പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ കറികളൊന്നും ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ള ഒരു ചോറാണ് കേട്ടോ, ഉള്ളിച്ചോറ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു 10-15 ചെറിയുള്ളി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ടേ. അങ്ങനെ അതിൻ്റെ തൊലികളെല്ലാം ഒന്ന് ഓരോന്നിനായിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ 2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് എടുക്കുന്നുണ്ട്. കുറച്ച് പുളി എടുക്കുന്നുണ്ട്. ദാണ്ടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളി കേട്ടോ, ചെറിയൊരു ഉണ്ട പുളി. പിന്നെ നമ്മുടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചതഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. ഈ ചോറുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറികളൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചോറാണ്. അങ്ങനെ ഉള്ളിയെല്ലാം ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ. അങ്ങനെ അതെല്ലാം ഒന്ന് വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതേ രീതിയിലാണ് കേട്ടോ ചതച്ച് കിട്ടിയത്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഉള്ളി ചതച്ചില്ലേ, അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിൽ ഒന്ന് ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു പൊടികളും ഇത് ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ചോറാണ് കേട്ടോ എടുക്കുന്നുണ്ട്. ഒരു തവി ചോറ് എടുത്തിട്ടുണ്ട്. ഒരു തവി ചോറ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ചോറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് എടുക്കാം. അങ്ങനെ ആ ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. വീട്ടിൽ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വേഗം ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല രീതിക്ക് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയും കൂടി നോക്കണം കേട്ടോ.